വികാരങ്ങളെ അടക്കി നിർത്തി അതിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഇതാണ് സതീശനെ വ്യക്തമാക്കുന്ന ഘടകം. എന്നാൽ ചില സമയങ്ങളിൽ സതീശനും നിയന്ത്രണം നഷ്ടമാകും. അദ്ദേഹം പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ കണ്ണ് നിറയും. അതുപോലെയാണ് പുതുയുഗ യാത്രയിലും സംഭവിച്ചത്. പറവൂരിലെ സ്വന്തം വോട്ടർമാരെ അഭിസംബോധന ചെയ്ത വേളയിലാണ് സതീശന് നിയന്ത്രണം നഷ്ടമായത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കരുത്തും ഇന്ധനവും നൽകുന്നത് പറവൂരിലെ ജനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വീകരണ വേദിയിലെത്തിയപ്പോൾ വികാരം അടക്കിപ്പിടിക്കാൻ താൻ ഏറെ പാടുപെട്ടുവെന്നും സതീശൻ പറഞ്ഞു. താൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ തന്നെ ഒരു കുടുംബാംഗത്തെ പോലെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചവരാണ് പറവൂരിലെ ജനങ്ങളെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. ഈ വാക്കുകൾ പറഞ്ഞതിന് പിന്നാലെയാണ് സതീശൻ പൊട്ടിക്കരഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗത്തിന്റെ പിറവി ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതല തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFന്റെ ആശയങ്ങൾക്കൊപ്പം തന്റെ കാഴ്ചപ്പാടുകൾ കൂടി ചേർത്ത് പിടിച്ച് നാടിന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തനിക്ക് ലഭിച്ചത് ജനങ്ങളിൽ നിന്നാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വികാര നിർഭര രംഗങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഇന്ന് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ UDFന്റെ ആശയങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ നാടിനൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നെൻ്റെ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നതെല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളെന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഈ യാത്ര വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഈ യാത്രയുമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ മുഴുവൻ പിന്തുണയുമായിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തുടരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. ഈ 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സമസ്ത മേഖലകളും ഇവർ തകർത്തിരിക്കുകയാണ്. എല്ലാ മേഖലകളും. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ല് നാടിന്റെ സമ്പദ്ഘടനയാണ്. ആ നട്ടെല്ല് ഇവർ തകർത്ത് കളഞ്ഞു. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നം എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയാണ്. ഒരു ജപ്തി നോട്ടീസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ജപ്തി നോട്ടീസുകൾ കേരളം മുഴുവൻ പ്രവഹിക്കുകയാണ്. കടക്കെണിയിലാണ് ആളുകളെല്ലാം. എല്ലാ സ്ഥാപനങ്ങളും തകരുകയാണ്. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് ലാഭത്തിലുണ്ടാക്കിയതാണ്. 22 പൈസ കുറച്ചു കൊടുത്തതാണ് ഒരു യൂണിറ്റിന്. ഇപ്പോൾ 50,000 കോടി രൂപയുടെ കടമാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികൾ. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികൾ. KSRTC തകരാറിലായി. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ക്ഷേമനിധികളെല്ലാം തകരുകയാണ്. സംസ്ഥാനം വല്ലാത്തൊരു ദുര്യോഗത്തിലാണ്. എന്നിട്ട് ഇവരെല്ലാം ശരിയായി വീണ്ടും നമ്മുടെ നികുതി പണം എടുത്ത് സംസ്ഥാനം മുഴുവൻ ബോർഡുകൾ വയ്ക്കുകയാണ്. എല്ലാം ശരിയാക്കിയെന്നാണ് പറയുന്നത്. എല്ലാം ശരിയാക്കി ഒരു പരുവത്തിലാക്കി എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ കേരളത്തിൽ പ്രതിപക്ഷം മാത്രമല്ല,
അധികാരത്തിലേക്ക് വരേണ്ട ഒരു മുന്നണിയാണ്. നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിന്റെ ചോർത്തൽ തടഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും. ഒരു ഗവൺമെന്റിന്റെ ചുമതല ഖജനാവ് നിറയ്ക്കുക എന്നതാണ്. ഖജനാവ് നിറച്ചാൽ നമ്മുടെ വാക്കാണ് പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ വിഷമങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ആശുപത്രിയിൽ പോയിട്ട് വയറ്റിൽ കത്രികയുമായി 5 വർഷമായി നടക്കുന്നു. ഒരു കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അത് വെറുതെ വീണ് പൊട്ടിയതാണ്. ആശുപത്രിയിൽ ചെന്ന് ചികിത്സ മോശമായപ്പോൾ അതിൻ്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഞാനതൊരു ദിവസം TV കണ്ടപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നു, കൈ മുറിച്ചു മാറ്റി തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞ് ചോദിച്ചു, എൻ്റെ കൈ എവിടെ അമ്മയെന്ന്. ആ കുട്ടിക്കൊരു കൈ വെച്ച് കൊടുക്കാൻ തയ്യാറാകാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ക്രൂരന്മാരുടെ സർക്കാർ. ഒരു കൊച്ചു കുഞ്ഞിനൊരു യന്ത്ര കൈ വെച്ച് കൊടുക്കാൻ അതിന് മനസ്സില്ലാത്ത, 5 വർഷമായി വയറ്റിൽ കത്രിക കൊണ്ട് നടന്ന ഒരു സ്ത്രീ അനുഭവിച്ച വേദന കണ്ടിട്ട് അതിനൊരു സഹായം കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നത്. വെന്റിലേറ്ററിലായ ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ നമ്മൾ ആരോഗ്യവതിയായി നടത്തുക തന്നെ ചെയ്യും.